ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിയാറായി. പിള്ളേരെ കൊണ്ട് പുറത്ത് പോകാനൊന്നും ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെയാണ് നമ്മൾ റീൽസൊക്കെ കണ്ടിട്ടാണ് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് വരുന്നത് ചാവക്കാടിനടുത്തുള്ള ഒരു സ്ഥലത്താണ്. കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 10 രൂപ. 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഫ്രീ ആയിട്ടാണ് എൻട്രി വരുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിയിലൊരു യാത്രയുണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ മറ്റേ പെഡൽ ബോട്ടിങ്, ഇതൊക്കെയാണ്. പിന്നെ കുട്ടികൾക്കായിട്ട് ചിൽഡ്രൻസ് പാർക്ക് അവർ റൈറ്റ് സൈഡിലായിട്ട് ചിൽഡ്രൻസ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. വഞ്ചിയിലുള്ള യാത്ര ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നമ്മളിങ്ങനെ വഞ്ചിയിൽ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന ആ ഒരു ഫീല്, അതിങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയുക, കുലുക്കമോ അല്ലെങ്കിൽ ഒരു താരാട്ട് പോലെയൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര രസമായിരുന്നു. പെഡൽ ബോട്ടിങ്ങും നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ തന്നെയാണല്ലോ അത് ഓടിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടി നല്ല രസമാണ്. കുറച്ച് നേരം ചിൽഡ്രൻസ് പാർക്കിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് ഹാപ്പി ആവാനും അവർ ചില്ലാവാനും ഒക്കെ നല്ലതാണ് അവിടെ പോകുന്നത്. കാരണം നമ്മളുടെ സെയിം കാര്യങ്ങളൊന്നും അവർക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ ഏറ്റവും അറ്റത്ത് റൈറ്റ് സൈഡിൽ തന്നെ ഏറ്റവും അറ്റത്തായിട്ട് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പതുക്കെ പുറത്തിറങ്ങി ഒരു കുലുക്കൊക്കെ കുടിച്ചു. ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഐസ്ക്രീം, ജ്യൂസുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അവിടെ ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ സ്റ്റേജിൽ കയറിയതിന് ശേഷം സ്റ്റേജിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പെർഫോമൻസ് പോലെയായിരുന്നു ആ സ്റ്റേജിൽ കുറച്ച് നേരം. ആദ്യമൊക്കെ ഒരു ചമ്മൽ തോന്നി, കാരണം നമ്മൾ മാത്രം ഇങ്ങനെ ഒരു സ്റ്റേജിൽ കയറി നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടില്ലേ. പിന്നെ തോന്നി ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല, ഇനിയിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്താ, നമുക്ക് അവരെ അറിയില്ല, അവർക്ക് നമ്മളെ അറിയില്ല. ഇനിയിപ്പോൾ അറിഞ്ഞാലും നമ്മുടെ ലൈഫല്ലേ, നമ്മൾ ആസ്വദിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ ലേറ്റ് ആക്കാതെ വേഗം തന്നെ ഇറങ്ങി, കാരണം ഞങ്ങൾക്ക് ചാവക്കാട് ബീച്ചും കൂടെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി ലേറ്റായി ബീച്ചിലെത്താനായിട്ട്. നമ്മൾ ചാവക്കാട് ബീച്ചിൻ്റെ മെയിൻ എൻട്രിയിലേക്കൊന്നും അല്ല പോയത്, ബീച്ചിൻ്റെ ഏതോ ഒരു സൈഡിലാണ് എത്തിയത്. പക്ഷേ ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായ, കാരണം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാമിലി, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ടൈം പോലെ തന്നെയായിരുന്നു അത്. ഭയങ്കര രസമായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് അതിന് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ മൊമെൻറ്റിൻ്റെ ഭംഗി അതിപ്പോൾ മാത്രമുള്ളതാണ്. താങ്ക് ഗോഡ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ.